ആ ഒരു അനാഥ മന്ദിരം അതിലൊക്കെ ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഉണ്ട് അത് കഴിഞ്ഞ 80 മുതൽ 1980 മുതൽ ഞാനൊരു അനാഥ മന്ദിരത്തിലെ പിന്നെ മെമ്പറാണ്, കമ്മിറ്റി മെമ്പറാണ്. ഇപ്പം ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്ക് സമയം വായിച്ചും വീട്ടിലെ കാര്യങ്ങളും കഴിഞ്ഞുള്ള സമയം പലപ്പോഴും ഞാൻ അവിടെ പോവുകയും അവിടുത്തെ കുട്ടികൾക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുകയും, അതുപോലെ തന്നെ ഞാൻ കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കൈനീട്ടുന്നു എന്നാണ് എൻ്റെ മക്കളുടെ പരാതി. എപ്പോഴും ആരെ കണ്ടാലും അനാഥ മന്ദിരത്തിനെ പറ്റി സംസാരിക്കാറുണ്ട്. അവിടുത്തെ കുട്ടികളുടെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്ന് പലരോടും പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യണമെന്ന് പറയാറുണ്ട്. അങ്ങനെ എപ്പോഴും അതിനു വേണ്ടി ആക്റ്റീവായിട്ട് ഞാൻ പ്രവർത്തിക്കാറുണ്ട്. പൊതുവെ ഇങ്ങനെ ഒരു തോന്നല് എങ്ങനെയാ വന്നത്, ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് സോഷ്യൽ വർക്കിംഗ് ഇറങ്ങണം എന്ന്? അങ്ങനെ ഒരു സോഷ്യൽ വർക്കറായിട്ട് അറിയപ്പെടണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എനിക്ക് സന്തോഷം തോന്നുന്നത്, ഇപ്പം ഞാൻ തന്നെ ഭർത്താവ് മരിച്ചു പോയ സമയത്ത് എൻ്റെ 2 കുട്ടികൾ അനാഥരെ പോലെയായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ജോലിയില്ല, 2 കുട്ടികളും വിദ്യാർത്ഥികളാണ്. നമ്മൾ വീട്ടിൽ നിന്നൊന്നും വലുതായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അദ്ദേഹം ഉണ്ടാക്കി വെച്ച കുറച്ച് സംഗതികൾ ഉണ്ടെന്നല്ലാതെ സാമ്പത്തികമൊക്കെ വളരെ പരിമിതമായിരുന്നു. പക്ഷെ ഇത് വെച്ച് അപ്പം നമ്മൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും കൂടി എത്ര ബുദ്ധിമുട്ടുന്നു എന്ന് മനസ്സിലായപ്പോൾ, അപ്പോൾ അത് ഇല്ലാത്ത ആഹാരം കഴിക്കാനില്ലാത്ത കുട്ടികളുടെ കാര്യം നമ്മുടെ മനസ്സിലെപ്പോഴും നിൽക്കും. ഒരു നേരത്തെ ഭക്ഷണം നേരെ ചൊവ്വയെ കഴിക്കാനില്ലാത്ത കുട്ടികളെ, അതുപോലെ നല്ല അച്ഛന്മാരില്ലാത്ത കുട്ടികളെ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെപ്പോഴും ചിന്തിച്ചു പോകും. അങ്ങനെ അതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാനിവിടെ മെമ്പറായതാണ്. 80 ഞാൻ മെമ്പറായി, 91 അദ്ദേഹം മരിക്കുന്നത്. അതെ, അപ്പോൾ എനിക്ക് കൊച്ചിലേ തന്നെ ഉള്ളൊരു ഇതാണ്. ഞാൻ കണ്ടു വളർന്നത് ഒരുവിധം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്ന് വന്നാണ് ഞാൻ. ഞങ്ങളുടെ അവിടെ തിങ്കളാഴ്ച തോറും ആണ് സാധുക്കൾക്ക് കൊടുക്കുന്നത്, എല്ലാ തിങ്കളാഴ്ചയും. അപ്പൊ എൻ്റെ വീടിന്റെ മുറ്റം വളരെ വലിയൊരു മുറ്റമാണ്. ആ ഗേറ്റ് മുതൽ വീട്ടിന്റെ പടി വരെ, സ്റ്റെപ്പ് കയറുന്ന അകത്തേക്ക് കയറുന്ന ആ വരം വരെ ഒരു ക്യൂ കാണും. എന്നിട്ട് എല്ലാവർക്കും അമ്മ ഒരു പിടി അരി ഈ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ആൾക്കാർ എല്ലാ തിങ്കളാഴ്ചയും അവിടെ വന്ന് ക്യൂ നിൽക്കുകയും അരി കൊടുക്കുകയും, അമ്മ ഉച്ചയ്ക്ക് ഒരു പണ്ടാരൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, പണ്ടാരത്തിന് ചോറ് കൊടുത്തിട്ടേ അമ്മ ഊണ് കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെ കണ്ടു വളർന്നതാണ്. അപ്പൊ നേരത്തെ തന്നെ അതുപോലെ ഈ അവരിൽ തന്നെ ശേഷിയുള്ള ആൾക്കാരെ, ഈ വരുന്ന ഭിക്ഷക്കാരെന്നും പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിൽ കഴിവുള്ളവരുണ്ടാവും. അപ്പൊ അതിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു സ്ത്രീയെ ഈ ഓല കൊണ്ട് കിലുക്ക് അങ്ങനെ പല സാധനം, കുട്ട, പായമേ, അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരെ പിടിച്ചു നിർത്തിയിട്ട് ഇതെല്ലാം ഉണ്ടാക്കാൻ പഠിക്കുന്നൊരു, അവരെ ടീച്ചറിനാണ് എൻ്റെ ചേച്ചി വിളിക്കുക. ഭിക്ഷയ്ക്ക് വരുന്നതാണ്. നല്ലൊരു ഡമ്പന്മാരെന്നൊരു കൂട്ടരുണ്ട്, ഒരു ഡമ്പത്തി എന്നാണ് അവരെ പറയുന്നത്, ഒരു ജാതിയാണത്. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഓലമിടയാനും അതുപോലെ ഓല കൊണ്ട് കിലുക്കുണ്ടാക്കാനും ഒക്കെ പഠിക്കുമായിരുന്നു. ഒരുപാട് കഴിവുള്ളവരുണ്ട്. അതുപോലെ എൻ്റെ അച്ഛന് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ പാട്ടുപാടി എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിന്നാൽ അന്ന് അദ്ദേഹത്തിന് ചോറ് ഉറപ്പാ. എന്നുവെച്ചാൽ അച്ഛൻ അയാളെ പിടിച്ച് വരാന്തയിലിരുത്തി ഉള്ള പാട്ടൊക്കെ പാടിക്കും. അതായത് ഈ പണ്ട് ഈ ചെറിയ ഒറ്റത്തന്തിയുള്ള ഇതുണ്ടല്ലോ, വീണ പോലൊരു സാധനം, അതൊക്കെ മീട്ടിയ ആൾക്കാർ വന്ന് റോഡിൽ കൂടിയൊക്കെ പാടിക്കൊണ്ട് പോകുമ്പോൾ അച്ഛൻ അവരെയൊക്കെ പിടിച്ച് വീട്ടിലിരുത്തി പാടിക്കുമായിരുന്നു. എന്നിട്ട് ഭക്ഷണവും കൊടുത്തയക്കുമായിരുന്നു. അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് മാത്രമല്ല, പണ്ട് എന്നും എനിക്ക് അമ്മ പറഞ്ഞു തരുന്നൊരു കഥയുണ്ടായിരുന്നു, അന്നദാനത്തിന്റെ ഫലം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഒരു കുട്ടി എപ്പോഴും അമ്മയോട് ചോദിക്കും, അമ്മ ഈ പറഞ്ഞ പോലെ പുറത്തൊരാൾക്ക് ഭക്ഷണം, ഞാൻ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് അമ്മയോട്, എന്തിനാണ് അമ്മ പണ്ടാരത്തിന് ചോറ് കൊടുക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ എനിക്ക് പറഞ്ഞു തന്ന മറുപടി, ഒരു കുട്ടി ഇതുപോലെ അമ്മയോട് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, പോയി ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. ഒരു ഇന്ന സ്ഥലത്തൊരു സന്യാസി ഉണ്ട്, അവിടെ പോവൂന്ന് പറഞ്ഞു. കുട്ടി ഇത് അന്വേഷിച്ച് പോകുന്ന വഴിക്ക് ഒരു മാവ് കാണുന്നു. ആ മാവ് പറയുന്നു, കുട്ടി നീ എവിടെ പോകണം ചോദിക്കുമ്പോൾ പറയും, ഞാൻ അന്നദാനത്തിന്റെ ഫലം അറിയാൻ പോവുകയാണ്. അപ്പൊ എന്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കണം, എന്റെ മാവിൽ എന്നും കായുണ്ടാവുന്നു, പക്ഷെ അതെല്ലാം പഴുത്തു പോകുന്നു, പുഴു വന്നു പോകുന്നു, എന്താ കാരണം എന്ന് അന്വേഷിക്കണം.
അങ്ങനെ 2-3 ആൾക്കാരെ പരാതികളുള്ള ഒരു അച്ഛൻ 2 പെൺമക്കളെ കല്യാണം കഴിയാത്ത പെൺമക്കളുടെ കാര്യം പറയുന്നു. ഒരു പാമ്പിനെ കാണുന്നു, ആ പാമ്പിന് പിന്നെ ഇഴയാൻ പറ്റുന്നില്ല, അതിന്റെ കാര്യം പറയുന്നു. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് ഒരു കാട്ടിലെത്തുകയും ഒരു കാട്ടാളിന്റെ പിന്നെ അടുത്തെത്തുന്നു. അപ്പൊ അയാള് പക്ഷെ സന്മനസ്സുള്ളവനായിരുന്നു. അയാൾ പറയുന്നു, ഇന്ന് രാത്രി ഈ കാട്ടിക്കൂടി പോകണ്ട, മൃഗങ്ങൾ ഒരുപാടുണ്ട്, കുട്ടിയെ കടിച്ചു തിന്നും എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ അവർ താമസിക്കുന്ന ഒരു മരത്തിന്റെ മുകളിൽ ഒരു ചെറിയൊരു കുടില് കെട്ടിയിട്ടാണ്. ഒരു ചെറിയൊരു എന്താ പറയണ്ട, കുടിലെന്ന് പറയാനൊക്കില്ല, അങ്ങനത്തെ ഒരു ചെറിയ പുര കെട്ടി താമസിക്കണം കാട്ടാളിനും ഭാര്യയും. എന്നിട്ട് ഈ കുട്ടിയെ അയാൾ രാത്രി അയാളുടെ കൂടെ കിടത്തുന്നു. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ ഈ കുട്ടി കാണുന്നത് ആ കാട്ടാളൻ താഴെ വീണ് മരിച്ചു, കിടക്കാൻ സ്ഥലമില്ലായിരുന്നു അവിടെ, താഴെ വീണ് മരിച്ചിരിക്കുന്നു. ഭയങ്കര സങ്കടമായി. അവസാനം എന്ത് ചെയ്യാൻ, അവൻ ഇറങ്ങി നടന്നു ഒരു സന്യാസിയെ കണ്ടു. അപ്പൊ ആ സന്യാസിയോട് ചോദിക്കും, എന്താണ് അന്നദാനത്തിന്റെ ഫലം എന്ന് ചോദിക്കുമ്പോൾ സന്യാസി പറയും, ഇപ്പോ ഒരു രാജാവിനൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ആ കുട്ടിയോട് പോയി ചോദിച്ചാൽ പറഞ്ഞു തരും, ഇപ്പൊ ജനിച്ച കുട്ടി നിനക്ക് വിവരം പറഞ്ഞു തരും പറയും. പയ്യൻ നടന്ന് രാജകൊട്ടാരത്തിൽ അവിടെ പോയി അവരുടെ അനുവാദം വാങ്ങിച്ച് അകത്ത് കിടന്ന് ഈ കുട്ടിയെ കാണുകയാണ്, അപ്പ ജനിച്ച കുട്ടിയെ. അപ്പം ആ കുട്ടിയോട് ചോദിക്കും, അന്നദാനത്തിന്റെ ഫലം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നു, അത്തിനക്കിത്തിനയാനാൽ ഇത്തിനക്കെത്തനയോ എന്ന്. കാട്ടാളിനെ കണ്ടല്ലോ, കാട്ടാളൻ ഇവന് തെനമാവ് കൊണ്ടുള്ള ഭക്ഷണമാണ് കൊടുത്തത്. ആ തെന നിനക്ക് തന്നതുകൊണ്ട് ആ കാട്ടാളനാണ് ഇപ്പൊ രാജകുമാരനായിട്ട് ഇവിടെ വന്ന് ജനിച്ചിരിക്കുന്നത്. അത്തിനക്കിത്തിനയാനാൽ ആ ഒരിത്തിരി ചോറ് കൊടുത്തുകൊണ്ട് ഞാനിവിടെ രാജകൊട്ടാരത്തിൽ വന്ന് ജനിച്ചു. അപ്പൊ ദിവസവും ചോറ് കൊടുക്കുന്നവർക്ക് എന്തായിരിക്കും ഫലം എന്ന് ഊഹിച്ചോളാൻ പറഞ്ഞ് അയക്കുകയാണ്. പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ വൻ സംസാരിക്കും. അതാണ് ആ കഥ. അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും മനസ്സിൽ ഇവിടെ എപ്പോഴും കൊണ്ടു നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും എന്തെങ്കിലും വേണം എന്ന് വന്ന് ആവശ്യപ്പെട്ടാൽ ഭഗവാനെ ഇല്ല എന്ന് പറയാൻ ഇടവരരുതേ എന്ന് ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. ഒരു രൂപയെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ചിലരുണ്ടല്ലോ വന്ന് ഇല്ലാന്ന് വരെ പറയിച്ചിട്ടേ പോവുള്ളൂ. നമ്മൾ പൈസ കൊടുത്താൽ വസ്ത്രം വേണം, വേറെ എന്തെങ്കിലും വേണം, അങ്ങനെ പറഞ്ഞ് അവസാനം അങ്ങനെ പോകുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നേ ഇവിടെ. അവസാനം എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് പോകും. ഇടയ്ക്ക് കുറെ കാലം ആ സ്ത്രീയെ കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ വാതിൽ തന്നപ്പോ എന്ന് പറഞ്ഞു. എന്താ അറിയോ, അവരുടെ നാവില് ക്യാൻസർ, അവർക്ക് സംസാരിക്കാൻ വയ്യ. അങ്ങനെ ഒരു അവസ്ഥ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചെയ്തികൾക്കെല്ലാം അപ്പപ്പ ഫലം കാണും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഭാര്യ തന്നെ ആവണമെന്നുള്ളതാണ് എൻ്റെ. വലിയൊരു ബന്ധമുള്ള ഒരാളായി അടുത്ത ജന്മം അദ്ദേഹത്തിന്റെ ഏതാണ് ജീവിക്കാൻ ആഗ്രഹം? അദ്ദേഹം ഒരു നല്ല വലിയ പേരെടുത്ത എഴുത്തുകാരനാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ വളരെ അറിവുള്ള ആളാവണം, അങ്ങേയറ്റം പേരെടുത്ത ഒരു എഴുത്തുകാരനാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബാക്കിയെല്ലാം അറിവിൽ കവിഞ്ഞ് വേറൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല ജ്ഞാനിയാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒന്നും അറിയില്ല, ഒരു സാധനം ഒന്നും അറിയില്ല. നമ്മൾ വിചാരിക്കുന്ന എല്ലാം അറിയാവുന്നതാണ്. എന്തെടുത്താലും നമുക്ക് അതിൻ്റെ ഒരു തുമ്പ് പോലും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഈ അറിവെന്ന് പറയുന്ന ഒരു കടലിന്റെ തിര പോലെയോ മണൽത്തരി പോലെയോ ഒക്കെയാണ്, എണ്ണാനൊക്കുകയില്ല നമുക്കൊരിക്കലും. അതുപോലെയാണ് അത്. അങ്ങ് പാരാവാരോ എന്ന് പറഞ്ഞാൽ അങ്ങ് കിടക്കുക. അപ്പൊ നമ്മളെ ഇത്തിരി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് അത്ര അറിയാം, അല്ലെങ്കിൽ നമ്മൾ അത്ര വലുതാണ് എന്ന് ഭാവിക്കുന്നതിൽ വളരെ അർത്ഥമില്ലാത്ത സംഗതിയാണ്. എൻ്റെ ആഗ്രഹം നല്ല അറിവുള്ള ഒരാളായി തീരണം, അങ്ങേ അറ്റത്തെ അറിവുള്ള ഒരു മനുഷ്യനാവണം. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ആവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സന്തോഷം.